ബഷീറൊക്കെ ഇവിടെ ഉണ്ടോ അടുത്ത്? അപ്പുറത്തെ കടയാണ്. നമസ്കാരം. ഏതാ കട? ലൈമ ബേക്കറി താഴെ. അതിന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, മുകളത്തെ കടയ്ക്ക് കുഴപ്പമില്ല. അടുത്ത സാധനം ഉണ്ടാക്കുന്ന യൂണിറ്റ് ആയിരുന്നു. മൊത്തത്തിൽ മൊത്തം പോയി. ഒരു 2 ഷട്ടർ. ഏകദേശം എത്ര രൂപ നഷ്ടം വരുമായിരിക്കും? ഏകദേശം ഒരു 60 ലക്ഷം രൂപ. 60 ലക്ഷവും? മൊത്തത്തിൽ മെഷീൻസ് മൊത്തം പോയി. മെഷീൻസ് പോയി, ഒരു ബിൽഡിംഗ് പോയി. ബിൽഡിംഗ് പോയിട്ട് അത് ഫിറ്റ്നസ് പോയതേ ഉള്ളോ അതോ? അല്ല, അതിന്റെ ബാക്കോട്ട് സെപ്പറേറ്റ് കെട്ടിയിരുന്നു. അത് പോയി. അവിടെ കണ്ടാ ഫുള്ളി ചളി കയറി. എല്ലാം ഒരു സാധനമല്ല, എല്ലാം സീറോ ആണ്. ഓക്കെ. ബാങ്കിലേക്ക് ഒരു 8 ലക്ഷം രൂപ ലോൺ ഉണ്ട് ഇപ്പോൾ. 8 ലക്ഷം. 8 ലക്ഷം അതിനകത്ത് ലോൺ ഉണ്ട്. 60 ലക്ഷം രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട മുതൽ ഇനി എങ്ങനെ കിട്ടും നമുക്കറിയില്ല. ഇതാണ് ബഷീറിന്റെ കട. ബഷീർക്ക് ഇവിടെ ഉണ്ടോ? നമ്മൾ ക്ലീൻ ചെയ്ത് അദ്ദേഹത്തിന് ഈ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ കട ഇതാണ്, വീട്ടിൽ പോയതാണ്. ഇതാണ് കട അല്ലേ? നമ്മൾ എടുത്തത് എന്താന്ന് വെച്ചാല് ബഷീർക്ക് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലേ? ഇന്നലെ 2 തവണ എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചെയ്ത് ക്ലീൻ ചെയ്ത് തരും എന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തു. ക്ലീൻ ചെയ്ത് ഇതിനുള്ളിൽ എന്താ ഉണ്ടായിരുന്നു? മൈദ, പിന്നെ ഒരു ഹോട്ടലത്തെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അത് മൊത്തം ഇതിലുണ്ടായിരുന്നു. കുഴിമന്തി അല്ല, നെയ്ച്ചോറ്, ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി. ഞാൻ ലോഡിംഗ് തൊഴിലാളി. 4 മണി മുതൽ തുറന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വന്ന് ചായ കുടിക്കാൻ പറ്റിയ ഒരു കടയാണ്. ഏക കടയാണ്. മാത്രമല്ല ഇവിടെ ബഷീർക്കയുടെ കടയിലാണ് നാട്ടുകാരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ബഷീറിന്റെ കടയിലാണ്. കാരണം ഒരു മനുഷ്യനുമായിട്ടുള്ള ഒരു സൗഹാർദ്ദ ബന്ധം എപ്പോഴും നിലനിർത്തുന്ന ഒരു വ്യക്തി. ഒരാൾക്ക് നാട്ടുവർത്താനം പറയുന്നത് ഈ ബെഞ്ചിലിരുന്നിട്ടാണ്. ഇവിടെയാണ് എല്ലാ ജനങ്ങളും വരിക. അങ്ങാടി തൊഴിലാളിയും കൂടിയാണ്. ഞങ്ങൾ 6 ആളുണ്ട് ഇവിടെ. ഒരാളും ഞങ്ങളത് പോയി. 8 ആളായിരുന്നു. ഒരാൾ പോയി. അങ്ങനെ 7 ആൾ ഇപ്പം നിലവിലുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേറൊരു ജീവിത മാർഗ്ഗമില്ല. ഞങ്ങൾ ഈ അങ്ങാടിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വേറൊരു മാർഗ്ഗമില്ല. ഞങ്ങൾ എന്റെ വീട് നഷ്ടപ്പെട്ടു. എന്റെ വീട് നഷ്ടപ്പെട്ടതാണ്. നിങ്ങളെ കേട്ടിട്ടേ ഉള്ളൂ. രവിയേട്ടൻ പറഞ്ഞിട്ടാ ബഷീറിക്കയെ കുറിച്ച് വിജയേട്ടനൊക്കെ പറയും. പിന്നെ സാലി അല്ലേ? പിന്നെ നമ്മുടെ കുറച്ചുപേര് പോയവരും ഉണ്ട്. പരിപ്പോട നിങ്ങൾ ഇനി എന്നായിട്ട് തുടങ്ങുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. ഇതിന് പണി കഴിഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കടയില്ല. എവിടെ വെച്ച് തുടങ്ങും എങ്ങനെയാണെന്ന് ഒരു സങ്കടമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ബഷീർക്ക് ഞങ്ങളെ കട അനുമതി ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഉന്തുവണ്ടിയിലാണെങ്കിലും ഞാൻ എന്റെ ഉള്ളിവടിയും പൈമ്പരിയും നാട്ടുകാർക്ക് അങ്ങനെ പ്രശ്നമല്ലേ? ഇതിലിപ്പോ 2 കടമുറിയും ചേട്ടൻ്റെ ആയിരുന്നു അതോ? പ്രധാനമായിട്ടും ബിരിയാണി, നെയ്ച്ചോറ്, ചോറ്, ചായ. എത്ര മണിക്ക് രാവിലെ വരുമായിരുന്നു? 6:30 വിടും. 6:30 5:30 വേറെ പണിക്കാർ വരും. അപ്പൊ അവർക്ക് ചായ ഇട്ട് കൊടുക്കും പുറത്തുള്ള. അവിടുന്ന് തുടങ്ങി എത്ര മണിക്ക് അടയ്ക്കും? 9 മണി 9:30. വൈകുന്നേരം ഇവിടെ ഒരു നാട്ടുകൂട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ചർച്ചയും ബഹളം എടുത്താ വരിക. ചേട്ടൻ കോൺഗ്രസ്സുകാരനായിരുന്നു? അല്ല, രാഷ്ട്രീയമൊന്നുമില്ല. അല്ലല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാ സന്തോഷം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പടമൊക്കെ വെച്ചുകൊണ്ട് അത് പാർട്ടി ഓഫീസല്ലേ? അപ്പൊ സന്തോഷമുള്ളൊരു കാര്യം. ഒരർത്ഥത്തിൽ നമുക്ക് ഒന്നും അങ്ങോട്ട് നടക്കാം. ഇപ്പം അതിനകത്ത് മൊത്തം പോയില്ലേ? ഒന്നും എടുക്കാനില്ല. മൊത്തം തലേന്ന് കട അടച്ചിട്ട് പോകുന്നത് എപ്പോഴാണ്? പക്ഷേ രാത്രി 9 മണിയാകുമ്പോൾ അടച്ചു പോയി. അന്ന് കുറച്ച് നേരത്തെ പോയത് 10 മണിയൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ. പക്ഷെ അന്ന് രാത്രി ഇവിടെ 15 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാണ്ടായിരുന്നു. ക്യാമ്പിൽ മാറ്റി താമസിച്ചത്. അപ്പോൾ 15 ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ അതേപോലെ വീട്ടിൽ പോവുകയാണ്. 9 മണി ആയിട്ടുണ്ടോ? 9:10 മണിക്കാണ് സാധാരണ പോക്ക്. പക്ഷെ അന്ന് ആ സമയത്ത് പോയിട്ടുണ്ടോ? ഞങ്ങൾക്കില്ല ഒറ്റ മാർഗം. ഇതാ ഒരു കയ്യിൽ തൂമ്പ. ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഏറ്റവും വലിയൊരു ലക്ഷ്യം.